ഇപ്പോൾ നമ്മൾ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ സെഷനിലോട്ട് അടുത്ത് കടക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പണം വരാത്തതിൻ്റെ മെയിൻ രഹസ്യം എല്ലാവരും വിചാരിക്കുന്നത് പണം നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ആ കോൺസെപ്റ്റ് തെറ്റാണ്. പണം വരാത്തതിന് കാര്യം നമ്മൾ നന്ദിപൂർവം ഒന്നിനെയും ഓർക്കാത്തത് കൊണ്ടാണ്. അപ്പം എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് നിങ്ങൾ പഠിക്കുക. അത് പണത്തിനോട് എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളോടും നിങ്ങൾ നന്ദി പറഞ്ഞ് പഠിക്കുമ്പോഴാണ് നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്ന ആ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇന്ന് ഞാൻ പറയുന്നു, ഇന്നിപ്പം എനിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഓരോ നിമിഷവും അത് നന്ദി പറഞ്ഞത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്ദി മുറുകെ പിടിച്ചുകൊണ്ട്, അത് നിങ്ങൾ ഏത് ലാംഗ്വേജിലും പറയുക, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ലാംഗ്വേജ് അതിനകത്ത് കൊണ്ട് നിങ്ങൾ അതിന് നന്ദി പ്രകടിപ്പിക്കുക. എന്ത് കാര്യത്തിനും, ചെറിയൊരു കാര്യത്തിനാണെങ്കിൽ പോലും നിങ്ങൾ നന്ദി പറഞ്ഞാൽ അല്ലെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് ഒരു വ്യക്തി നിങ്ങളെ ചീത്ത പറഞ്ഞാൽ പോലും നിങ്ങൾ അവിടെ നന്ദി പറയാൻ പഠിക്കണം. നമ്മൾ സാധാരണയായിട്ട് സ്കൂളിൽ പഠിക്കാറുണ്ടല്ലേ, നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചവരാണ്. നമ്മൾ അധ്യാപകർ നന്ദി പറയേണ്ട അല്ലെങ്കിൽ നന്ദി പറയിപ്പിച്ചിട്ടുണ്ടല്ലേ. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ കയറി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സാറ് കയറി വരുമ്പോൾ നമ്മൾ പറയും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാറിനെ സല്യൂട്ട് ചെയ്തതിന് ശേഷം ആ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പഠിപ്പിച്ചിട്ട് പോകുന്ന സമയത്ത് നമ്മളവിടെ നന്ദി പറയണം. താങ്ക് യു സാർ അല്ലെങ്കിൽ താങ്ക് യു ടീച്ചർ എന്ന് പറയണം. നിങ്ങൾ എല്ലാവരും അത് ചെയ്തിട്ടുള്ളവരല്ലേ? എസ് വന്നോ? ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? എസ് ആണെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക, നോ ആണെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യുക. എസ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഒരാൾ തന്നു കഴിഞ്ഞാൽ നമ്മളത് താങ്ക് യു പറയണം. ഇതും നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. എസ്. അങ്ങനെ നമ്മൾ നന്ദി പറയുക എന്നുള്ളൊരു ശീലം നമ്മൾ ചെറിയ പ്രായം മുതലേ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പം പാരൻസ് ആയതിനു ശേഷവും നമ്മളത് നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചും കൊടുക്കാറുണ്ട്. എസ് ഓർ നോ? എസ് ആണെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. എസ്. ഇതൊക്കെ നമ്മൾ കറക്റ്റാണ്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നന്ദി പറയേണ്ടതിൻ്റെ യഥാർത്ഥ അല്ലെങ്കിൽ നന്ദി പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ചിട്ടുണ്ടോ? എസ് ഓർ നോ? പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് പറയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നോ. നിങ്ങളും പഠിച്ചിട്ടില്ല, ഞാനും പഠിച്ചിട്ടില്ല. എന്നാൽ നിങ്ങളുടെ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ അത് പ്രയോഗിക്കുക. നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങളുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഏത് പ്രൊഫഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയെല്ലാം ഇത് ഉപയോഗിക്കാനായിട്ടും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമായിട്ട് നിങ്ങൾ ശീലിക്കുക. ഓക്കെ. ഇപ്പം നമുക്ക് സാധാരണയായിട്ട് ഒരു തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ല, അല്ലെ? ശരി ചെയ്യാത്ത മനുഷ്യരുമില്ല. നമ്മൾ എപ്പോഴും ശരി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നന്ദി പറയുന്നത്, അല്ലേ? നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ നമ്മൾ നന്ദി പറയാറുണ്ട്. എന്നാൽ നമുക്കൊരു കാര്യം കിട്ടാതിരിക്കുമ്പോൾ എന്താണ്? നമ്മൾ അവിടെ എന്തില്ല? നന്ദി പറയില്ല. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നല്ലത് കിട്ടുമ്പോൾ മാത്രം നന്ദി പറയാനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു മോശം അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെ നന്ദി പറയണമെന്ന് ആരും നിങ്ങളോട് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ എടുക്കാനുള്ള തീരുമാനം, ഏതൊരു മോശം അവസ്ഥയിലും ഞാൻ നന്ദി പറയും. അതെന്തുകൊണ്ട്, അതെങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് പറയേണ്ടതെന്ന് ഈ പറയുന്ന കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം നിങ്ങളുടെ നല്ല സമയത്ത് അല്ലെങ്കിൽ നല്ലത് കിട്ടുമ്പോൾ മാത്രമല്ല നന്ദി പറയാനുള്ളത്, മോശമായിട്ടുള്ള അവസ്ഥയിലും നമ്മൾ നന്ദി പറയുക. ഒരു മോശമായ അവസ്ഥയിൽ, ഓക്കെ, താങ്ക് യു. ഒരു മോശമായ ഒരു അവസ്ഥയിൽ നമ്മൾ ഉള്ളിൽ നിറയുന്ന നമ്മുടെ ഇമോഷൻസ് എന്തൊക്കെയാണ്? നിങ്ങൾക്കൊരു കാര്യം ഓക്കെയാണ്, നിങ്ങൾക്കിപ്പോൾ ഒരാൾ പറയണം നിങ്ങൾക്ക് 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിക്കണം എനിക്കത് കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നിട്ട് നിങ്ങൾക്ക് ആ 1,00,000 രൂപ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇമോഷൻസ് ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾക്ക് വരുന്ന ഇമോഷൻസ് ഒന്ന് ടൈപ്പ് ചെയ്യേ. സാഡ്. ആ, ടൈപ്പ് ചെയ്യുക. നിരാശ, വിഷമം, ദേഷ്യം,
പറയാറുണ്ട്. ഐ എം സാഡ്. ഓക്കെ. ദേഷ്യം, വിഷമം. ഓക്കെ. റൈറ്റ് ആൻസേഴ്സ് ആണ്. ഇപ്പം ദേഷ്യം വരാം, വെറുപ്പ് വരാം, പക വരാം, കുറ്റബോധം വരാം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തല്. ഓക്കെ. ഇതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് വരാറുണ്ട്. ഓക്കെ. അപ്പം നമ്മുടെ ഈ വികാരങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരില്ല അല്ലേ? സോ മനുഷ്യർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹാപ്പി ആയിട്ട് മാത്രമല്ല ഇരിക്കുന്നത്. ഹാപ്പിയും സാഡ്നെസ്സും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ ഈ ഒരു പറയുന്ന ഈ ഒരു ഇമോഷൻസ് വരുന്ന സമയത്ത് വേണം നമ്മൾ അവിടെ എന്ത് ചെയ്യാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അല്ലെങ്കിൽ നന്ദി പറയാനുള്ളത്. ഒരു വ്യക്തി കാരണം നമുക്കൊരു കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ ആ ഒരു തടസ്സത്തിന് നമ്മൾ നന്ദി പറയുക. ആ വ്യക്തി നമ്മൾ എത്രയോ കാര്യങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളത് ഓർക്കുന്നില്ലായിരിക്കും അല്ലേ? ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടതാണ്. ഒരു മനുഷ്യൻ സഹായിക്കുമ്പം വളരെയധികം സഹായങ്ങൾ നമ്മൾ പിടിച്ചെടുക്കും. എന്നാൽ നമ്മളൊന്ന് സഹായിക്കാതിരിക്കുമ്പോൾ അവരെ സഹായിക്കാതിരുന്നത് മാത്രമാണ് 100 ആളുകൾക്ക് എന്ത് ചെയ്യുന്നു കുറ്റമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ 99% സഹായിച്ചിട്ട് 1% നമ്മൾ പറയണം ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ 99% നിങ്ങൾ സഹായിച്ചതിനെ മറന്നിട്ട് ഈ 1% ആൾക്കാർ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ 1%ത്തിന് നമ്മൾ നന്ദി പറഞ്ഞ് പഠിക്കുക. അതായത് നമ്മുടെ ഈ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളെയും തടഞ്ഞു നിർത്തുന്നത്. നമുക്ക് എന്തൊക്കെ നമ്മളിലോട്ട് വന്നു ചേരാനുണ്ടോ അതൊക്കെ തടയുന്നത് ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആണ്. അതായത് പരാതി പറയുന്ന സ്ഥലത്ത് നമുക്ക് മനസ്സിൽ എന്തില്ല, സമ്പത്ത് ഒരിക്കലും തങ്ങി നിൽക്കത്തില്ല. നമ്മുടെ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ സമ്പത്ത് ഒരിക്കലും നമ്മുടെ അടുത്ത് വന്നു ചേരണം എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഒരിക്കലും അത് വന്നു ചേരത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ എപ്പോഴും പരാതികൾ ഇങ്ങനെ ത്രൂ ഔട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്തില്ല, നമ്മുടെ സമ്പത്തുകൾ നമുക്ക് വന്നു ചേരത്തില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പരാതി പറയുകയല്ല നമ്മുടെ ഒരു ക്യാരക്ടറായിട്ട് വളർത്തുന്നത്. നമ്മൾ എപ്പോഴും എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. പാടാണ് പറയാനായിട്ട്. നമ്മൾ പല സിറ്റുവേഷൻസിലും നമ്മൾ അത് പറഞ്ഞ് പറഞ്ഞ് പഠിക്കുമ്പോഴും നമുക്ക് പല സിറ്റുവേഷനും നമുക്ക് റെസിസ്റ്റൻസ് വരാറുണ്ട്. എന്നാൽ പോലും നമുക്ക് പറയാൻ പറ്റുന്ന മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞു തുടങ്ങുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നന്ദിയുള്ള മനസ്സിലോട്ട് നിങ്ങളുടെ നല്ല ആരോഗ്യങ്ങൾ എത്തുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് പണം എത്തുന്നുണ്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പുകൾ എത്തുന്നുണ്ടായിരിക്കും, നിങ്ങൾ ആഗ്രഹിച്ച ജോലി, ബിസിനസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതെ ഒഴുകിയെത്തും. നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്തേണ്ട ഒരൊറ്റ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിങ്ങൾ നന്ദി പറയുക. എന്ത് കാര്യം വന്നാലും, ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ഡേ ആണ്. കാരണം ഇന്ന് ഞാൻ 4 വർഷം കൊണ്ട് നടന്ന അല്ലെങ്കിൽ നടക്കാതെ പോയ ഒരു കാര്യത്തിനെ ഒരു കഴിഞ്ഞ മാസം കൊണ്ട് ഏതാണ്ട് ഒരു ചെറിയ പ്രോസസ്സ്, ഏതാണ്ട് ഒരു വലിയൊരു പ്രോസസ്സ് കഴിഞ്ഞു. അതിൽ വളരെ സന്തോഷമായിരുന്നു. പക്ഷെ ഇന്ന് ബാക്കിയുള്ള പ്രോസസ്സും കൂടി കംപ്ലീറ്റ് ചെയ്തു. അതായത് 4 വർഷം കൊണ്ട് നടക്കാത്ത കാര്യത്തിന് വെറും നന്ദി എന്ന് പറയുന്ന വാക്കുകൊണ്ട്, ആ നന്ദി എന്ന് പറയുന്ന വാക്ക് ദിവസവും ഇങ്ങനെ ഓരോ ഇൻസിഡൻസിനും, അല്ലെങ്കിൽ അത് നടക്കാതെ പോയി, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ, അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ ചെലവാക്കിയ പണം നഷ്ടപ്പെട്ടതിനും നമ്മുടെ കയ്യിൽ വന്നു ചേർന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നന്ദി പറയുന്നു, വണ്ടിയിൽ കയറുമ്പോൾ നന്ദി പറയുന്നു, അത് ആ ഹോൾഡ് ആ ഒരു എന്താണ് ആ ഒരു സംഭവം, ആ ആപ്ലിക്കേഷൻസ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നന്ദി പറയുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെ നന്ദി പറയുന്നു. ഇങ്ങനെ നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു സംഭവത്തിനെ എനിക്ക് ശരിയാക്കാനായിട്ട് പറ്റി. അതെന്താണെന്നൊക്കെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ടൊക്കെ വരുന്നുണ്ടായിരിക്കും. ഇപ്പം ഞാനത് റിവീൽ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ അത് നന്ദി കൊണ്ട് മാത്രം 4 വർഷം കൊണ്ട് നടക്കാത്ത ഒരു കാര്യം 4 മാസം കൊണ്ട്, 4 മാസം എടുത്തില്ല, 4 മാസം കൊണ്ട് ചെയ്യാനായിട്ട് പറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്ദിയുടെ ആ ഒരു പവർഫുള്ള് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിലോട്ട് പല കാര്യങ്ങളും ഒഴുകി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനുണ്ട്. അപ്പം എത്ര പേര് അല്ലെങ്കിൽ എത്ര പേര് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ശീലമാക്കി മാറ്റാനായിട്ട് റെഡി ആയിരിക്കുകയാണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ HB എന്ന് ഇടുക, ഹാബിറ്റിൻ്റെ HB എന്ന് ഇടുക. ഓക്കെ, താങ്ക് യു. സോ നമ്മുടെ സീക്രട്ട് നമ്പർ 1, മാഗ്നറ്റിസം ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. സോ മാഗ്നറ്റിസം ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാന്തിക ശക്തി. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു കണ്ണാടി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ രൂപം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? അല്ലെ, നിങ്ങൾ കണ്ണാടി എടുക്കുന്നു, കണ്ണാടിയിൽ നിങ്ങൾ നോക്കുമ്പോൾ അതേ നിങ്ങൾ നോക്കുന്ന അതേ ഫേസ് തന്നെയാണ് തിരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിന് ആർക്കും എതിർപ്പൊന്നുമില്ലല്ലോ. കറക്റ്റാണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ?
നോയോ. യെസ്, ഓക്കെ, താങ്ക് യു. അതായത് ഒരു കണ്ണാടി പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതായത് എന്ത് നിങ്ങൾ നൽകുന്നുവോ അത് തിരികെ കിട്ടും. എന്ത് നിങ്ങൾ നൽകുന്നുവോ അത് തിരികെ ലഭിക്കും. എന്ത് നിങ്ങൾ നൽകുന്നുവോ അത് തിരികെ ലഭിക്കും. അപ്പം നിങ്ങൾ പരാതിപ്പെടുമ്പോൾ, ഇല്ലായ്മയെക്കുറിച്ച് പറയുമ്പോൾ, അവിടെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് ഇല്ലായ്മയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പറഞ്ഞു എൻ്റെ കയ്യിൽ പണമില്ല, എൻ്റെ കയ്യിൽ പണമില്ല, എൻ്റെ കയ്യിൽ പണമില്ല. നിങ്ങളുടെ കയ്യിൽ പണം വരുന്നുണ്ടോ? ഒരിക്കലും വരില്ല. കാരണം നിങ്ങൾ എപ്പോഴും പറയുന്ന എന്താണ്? ആ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുന്ന എന്താണ്? എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എന്നാൽ എൻ്റെ കയ്യിൽ ഇല്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങളുടെ അബണ്ടൻസിനെ നിങ്ങൾക്ക് ഒരിക്കലും അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് എന്തില്ലെങ്കിലും നിങ്ങളത് ഉള്ളതായിട്ട് ഭാവിക്കുക. നിങ്ങൾക്ക് എന്തില്ലെങ്കിലും നിങ്ങൾക്ക് ഉള്ളതായിട്ട് നിങ്ങൾ ഭാവിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മാഗ്നറ്റിസം ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം മാഗ്നറ്റിസം ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാക്ക്, നിങ്ങൾ ഇന്ന് എഴുതാൻ, ഇന്നിപ്പോൾ ടൈപ്പ് ചെയ്യുക, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ലാക്ക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അതായത് നിങ്ങൾ ഒരിക്കലും ഇല്ലായ്മ അട്രാക്ട് ചെയ്യരുത്. അപ്പോൾ ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഫസ്റ്റ് തീരുമാനമാണ് എന്ത് ചെയ്യുക? അവോയ്ഡ് ലാക്ക്. നിങ്ങൾക്ക് ഇല്ല എന്നുള്ളൊരു സംഭവം നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ എടുക്കുക LACK. LACK. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പം നിങ്ങൾ ഇല്ലായ്മയെ നിങ്ങൾ എന്താണ് കളയാനായിട്ട് പോവുകയാണ്. അതിനു പകരം നിങ്ങൾ അബണ്ടൻസിനെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ അബണ്ടൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള 3 സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അതായത് സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് കംപ്ലൈനിങ്. നിങ്ങൾ പരാതികളെ കളയുക. പരാതികൾക്ക് വിട നൽകുക. മതി പരാതി പറഞ്ഞ്. ഇത്രയും നാൾ നിങ്ങൾ പരാതി പറഞ്ഞില്ലേ? ഇനിയും നിങ്ങൾ പരാതി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പരാതികൾ കൊണ്ട് മാത്രമേ പോകത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ വയസ്സ്, നിങ്ങൾക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കാര്യത്തിനെ ചിന്തിച്ച് തുടങ്ങിയ ആ സമയം മുതൽ നിങ്ങളുടെ ഈ വയസ്സ് വരെ നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾക്ക് പരാതി പറഞ്ഞിട്ടുണ്ട്? ഒരു ദിവസം 100 കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിലൊരു 95% നമ്മൾ പരാതികളായിരിക്കും പറയുന്നത്. ഒരു ദിവസം ശരാശരി നമ്മൾ എത്ര പരാതികൾ പറയുന്നുണ്ടെന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടില്ല? ഗസ് ചെയ്തിട്ടൊന്ന് ടൈപ്പ് ചെയ്തേ. എത്ര പരാതികളാണ് നമ്മൾ പറയുന്നത്? ഓരോ ദിവസവും നമ്മൾ പരാതി എത്രയാ പറയുന്നത്? എത്ര പെർസെൻറ്റേജ് പരാതി പറയുന്നുണ്ട്? ഒരു 24 hours അല്ലെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരു 8 മണിക്കൂർ മതി. കൗണ്ട്ലെസ്. ഓക്കെ. വേറെ ആർക്കും ആൻസർ ഇല്ല? ടൈപ്പ് ചെയ്തോളൂ, ടൈപ്പ് ചെയ്തോളൂ. 50-50. ആ, കുറേ പരാതികൾ പറയുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് പരാതികൾ പറയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഭയങ്കര ചൂടാണല്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയും? വെയിൽ കൂടുതലാണ് അല്ലേ? നമ്മൾ സാധാരണ വെയിൽ കൂടുതലാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ബ്ലോഗ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് എന്താ ചെയ്യുന്നത്? ഗ്യാസിന്റെ പ്രശ്നം, അതൊരു പ്രശ്നം. അത് നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ട് വന്നതാണ്. അതിനെ എടുത്തു വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ ഓരോ വ്ളോഗുകൾ ഓരോ ദിവസവും അവർ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത ഇതാണ് വെയിൽ കൂടുതലാണ്, ചൂട് കൂടുതലാണ് അല്ലേ? പിന്നെ അത് പറയുമ്പോൾ അടുത്ത വരുന്നത് നമുക്ക് ശമ്പളം കുറവാണ്. പിന്നെ അതുപോലെ നമ്മളൊരു യാത്ര ചെയ്യാണ്, നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് എത്താൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ട്രാഫിക് ബ്ലോക്കാണ്. സോ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? എനർജി ലെവൽ കുറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എനർജി ലെവൽ, നിങ്ങൾ പരാതികളൊന്ന് പറഞ്ഞു നോക്കി, ഒരു 10 പരാതി ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കി. നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ, നിങ്ങളിപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന 10 പരാതികളൊന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കൗണ്ട് ചെയ്ത് നോക്കി. പറഞ്ഞു നോക്കുക. പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ടൈപ്പ് ചെയ്യാം. പരാതി പറയുമ്പോൾ നിങ്ങളുടെ എനർജി കൂടുകയാണോ എനർജി ഡൗൺ ആവുകയാണോ? പരാതി പറ്റിയാണ്. എനർജി ഡൗൺ ആണ് ചെയ്യുന്നത്. മൈൻഡ് വീക്ക് ആവും. യെസ്, വേസ്റ്റ് ടൈം. ഓക്കെ, എനർജി ഡൗൺ ആണ്. അതേസമയം നിങ്ങൾ ആ പരാതി പറയുന്നതിന് പകരം അവിടെ ആ പരാതി പറയുന്ന കാര്യത്തിന് നിർത്തിയിട്ട് നല്ല കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കി. നിങ്ങളിപ്പോൾ പരാതി പറയാൻ വേണ്ടി ഒരു 10 കാര്യം ഞാൻ കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അതിനെയൊക്കെ ഒന്ന് പോസിറ്റീവായിട്ടൊന്ന് ഓപ്പോസിറ്റ് പറഞ്ഞേ. ഇപ്പം നിങ്ങൾ പറയാം ട്രാഫിക് ബ്ലോക്കാണ്. അതിന് പകരം നിങ്ങൾ പറയാം എന്ത് സുഖമായിട്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നു, ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് പറയാ എൻ്റെ വാഹനം വളരെ സുഖമായിട്ട് എനിക്ക് ഓടിച്ചു പോകാൻ കഴിയുന്നുണ്ട്, എനിക്ക് ധാരാളം സാലറി കിട്ടുന്നുണ്ട്, ഏ, എനിക്ക് നല്ലൊരു ക്ലൈമറ്റ് ആണെന്ന്.
എനിക്ക് എന്താണ് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് കാറ്റ് കിട്ടുന്നുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കി. ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സിനൊന്ന് പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് എന്താണ്? ഹാപ്പി ആണോ, സാഡ് ആണോ? ഗുഡ്. യെസ്. നിങ്ങൾ ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പരാതികൾ പറയുന്നതിന് പകരം, പരാതി പറഞ്ഞ് നമ്മുടെ എനർജിയെ താഴ്ത്തുന്നതിന് പകരം നിങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനർജി റേസ് ചെയ്യാൻ നോക്കുക. അപ്പൊ സ്റ്റോപ്പ് കംപ്ലൈനിങ്. ആ കംപ്ലൈനിങ് മാഡം. നിർത്തുക. നിങ്ങൾ എന്തൊക്കെ കംപ്ലൈനിങ് പറയുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നിർത്താനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ കംപ്ലൈനിങ് നിർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ്, പരാതികൾക്ക് നമ്മൾ വല്ല പൂപ്പലെ വിട എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് മുതൽ നിങ്ങൾ പറയാം പരാതികൾക്ക് വിടാം, എനിക്കിനി പരാതികളില്ല. വല്ലപ്പോഴും ഒരിക്കൽ പരാതി പറയാൻ തോന്നിയാലും അതിനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. പതുക്കെ പതുക്കെ നിങ്ങൾ ഗ്രാജുവലി ആ ഒരു പരാതികളൊക്കെ പറയുന്നതൊക്കെ നിർത്താനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ഹാവ് ഇൻസ്റ്റെഡ് ഓഫ് ലാക്ക്. അതായത് നമ്മൾ എപ്പോഴും നോക്കുന്നത് ഇല്ലാത്തതിലാണ് ശ്രദ്ധ, അല്ലേ? ഇല്ലാത്ത കാര്യത്തിലാണ് നമ്മുടെ ശ്രദ്ധ എപ്പോഴും പോകുന്നത്. ഉള്ള കാര്യത്തിന്റെ ശ്രദ്ധ പോകാൻ വലിയ പാടാണല്ലേ? അതായത് നമ്മുടെ കയ്യിൽ ഇപ്പം ഒരു ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. പൈസ ഉണ്ടെന്ന് വിചാരിക്കുക, ഓക്കെ. പൈസ ഉള്ള സമയത്ത് ഓക്കെ നമുക്ക് കയ്യിലുണ്ട്. എന്നാൽ പൈസ തീരുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? പൈസ തീർന്നേ, പൈസ തീർന്നേ, പൈസ തീർന്നേ എന്നാണ് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ആലോചിക്കില്ല എനിക്ക് ഇന്നലെ വരെ പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇന്നാണ് അത് ഇല്ലാത്തത് എന്ന് നമ്മൾ ആലോചിക്കില്ല. എന്നിട്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്ന പൈസയ്ക്ക് നമ്മൾ നന്ദിയും പറയത്തില്ല. അപ്പൊ പെട്ടെന്ന് നമുക്ക് അസുഖം വരുന്നു. അപ്പൊ നമ്മൾ പോയി കിടന്ന് പറയുന്നത്, ഇന്നലെ വരെ ഞാൻ നല്ല സുഖമായിട്ടിരുന്നതാണ്, ഇന്നാണ് എനിക്ക് ഈ ബുദ്ധിമുട്ട് വന്നത്. അങ്ങനല്ല നമ്മൾ പറയാനുള്ളത്. ഇന്നലെ ഇന്നും ഒക്കെ എൻ്റെ ആരോഗ്യം അത് നല്ല രീതിയിൽ ഇരിക്കുന്നു. എൻ്റെ ആരോഗ്യം എനിക്ക് എന്താണ് വളരെയധികം സന്തോഷം തരുന്നുണ്ട്. ഒന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കി. നിങ്ങൾ സാധാരണയായിട്ട് ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെ പറയുന്നത് ചുമ്മാ ഇരുന്ന ആളാ, അല്ലേ? പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കിടപ്പ് വന്നത്, അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖം പിടിപെട്ടത്. അവിടെയും പോയി നെഗറ്റീവാ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു വ്യക്തിയെ നിങ്ങൾ അസുഖമായി ബാധിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ അവർക്ക് നല്ല ആരോഗ്യത്തെ തിരിച്ചു വീണ്ടും കൊടുക്കട്ടെ, അതിനുള്ള നല്ല കാര്യങ്ങൾ പറയുക. അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ പറയുക. അല്ലാന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക. ഞാനൊക്കെ പൊതുവേ പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു കാര്യങ്ങളും അവരുടെ അസുഖത്തിനെ പറ്റിയുള്ള യാതൊരു കാര്യം ചോദിക്കാറില്ല. ഒന്നും ചോദിക്കാറില്ല. ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കും. കാരണം ഒരു വ്യക്തിക്ക് എന്താണ് അസുഖങ്ങളെ കുറിച്ച് അവർ നമ്മൾ കൂടുതൽ കൂടുതൽ സംസാരിക്കുമ്പോൾ അവർ അസുഖങ്ങൾ എന്താണ് കൂടുതൽ കൂടുതൽ അവർ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണയായിട്ട് ഇപ്പൊ കല്യാണ വീടുകള്, മരണ വീടുകള്, എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ കൂടുമ്പം ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള എന്താണ്, അസുഖങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. എന്താണ്, പ്രഷർ ഉണ്ട്, BP ഉണ്ട്, പിന്നെ ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്, ആൻജിയോഗ്രാം ഉണ്ട്, അതാണ് ഇതാണ്, ആ അസുഖത്തിന്റെ 4 ലെവലാണ്, ഈ അസുഖത്തിന്റെ 3 ലെവലാണ്, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മാത്രമേ കേൾക്കാറുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെയുള്ള സംഭാഷണങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ലീവ് ചെയ്യുക. അത് നമുക്ക് എന്താണ്, നമുക്കുള്ള ആരോഗ്യത്തിന് നമ്മൾ കാണാതെ ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയും നാളും നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഇന്ന് ഒരു കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കുക. അത് നമുക്ക് വരും. നമുക്ക് എങ്ങനെയാ വരുന്നത്? ഇത്രയും നാളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ എന്താണ്, ഇല്ലാത്ത കാര്യം അത് ഓട്ടോമാറ്റിക്കലി വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഫോക്കസ് ഓൺ ഹാവ് ഇൻസ്റ്റെഡ് ഓഫ് ലാക്ക്. ഇല്ലാത്തതിനെ പറ്റി ആലോചിക്കുന്നതിന് പകരം ഉള്ളതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. അപ്പം നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യാനുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എനർജി നിങ്ങൾക്ക് ഡൗൺ ആയിരിക്കും. അതേസമയം നിങ്ങൾക്ക് ഉള്ളതിനെ കുറിച്ച്, ഇപ്പം നിങ്ങൾക്ക് വാടക വീടാണെങ്കിലും സ്വന്തമായിട്ടാണെങ്കിലും കയറി കിടക്കാൻ ഒരു വീടില്ലേ, ഒരു കുടുംബം ഇല്ലേ, നിങ്ങൾക്ക് 3 നേരം കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുന്നില്ലേ, അല്ലേ? നിങ്ങൾക്ക് ഒരു യാത്ര പോകണം എന്ന് വിചാരിച്ചാൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ കിട്ടുന്നില്ലേ? എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങളിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാനുമായിട്ട് കണക്ട് ചെയ്തിരിക്കാൻ ഒരു മൊബൈലും ഒരു ഇന്റർനെറ്റ് കണക്ഷൻസും ഒക്കെ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ നിങ്ങളുടെ നല്ല കാര്യങ്ങളല്ലേ? ഈ കാര്യങ്ങളൊക്കെ കാണാതെയാണ് നമ്മൾ, ഓക്കെ, അപ്പം നിങ്ങൾ ഇതൊന്നും കാണാതെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്കതൊന്നും ഇല്ല എന്നുള്ള രീതിക്ക് നമ്മൾ സംസാരിക്കുക. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് എന്തുണ്ടോ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ഇല്ലാത്തതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ പണമില്ലേ, പണം ഇല്ലാത്തതിനെ പറ്റി ഫോക്കസ് ചെയ്യണ്ട. ഇത്രയും നാളും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ പണത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ പണം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടോ അതിനെയൊക്കെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ എന്തായിരിക്കും, ആ ഒരു ലാക്കിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഹാവ് എന്നുള്ള ഇതിലോട്ട് വരും.
ഓക്കെ ഓക്കെ ഓക്കെ, ഐ ആം റിച്ച്. ഓക്കെ ഓക്കെ. നല്ല നല്ല രീതിയിൽ നമ്മൾ എന്ത് അഫർമേഷൻസ് പറയാനായിട്ട് നോക്കാം. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ മോർണിംഗ് അഫർമേഷൻ. സാധാരണയായിട്ട് നമ്മളെല്ലാവരും ഉറക്കം എണീക്കുമ്പോഴെന്താണ് ഏ എങ്ങനെയായിരിക്കും പറയുന്നല്ലേ, അയ്യോ ഇന്നത്തെ ദിവസം പോക്കാണ്. പല ആളുകളും പറയുന്നത് ഇങ്ങനെയാണല്ലേ. ഈ ഒരു നമ്മുടെ ഒരു ദിവസത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തിന്റെ സമയം, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തിനെ ഡിറ്റർമിൻ ചെയ്യാൻ. ഓക്കെ ഓക്കെ, നിങ്ങൾ പ്രെയർ ചെയ്തിട്ട് വന്നോളൂ കേട്ടോ. പ്രെയർ ചെയ്ത് വന്നോളൂ, കുഴപ്പമില്ല. അപ്പം നമ്മൾ ഒരു സമയം അല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ രാവിലെ എണീറ്റിട്ട് ആ ഒരു ദിവസത്തിനെ എങ്ങനെയാണോ നമ്മൾ നോക്കിക്കാണുന്നത്, അതുപോലെയാണ് ആ ഒരു ദിവസം നമുക്ക് നിലനിൽക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ ഉറക്കം പരാതി പറയുന്നതിന് പകരം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസം, എനിക്ക് മനോഹരമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു, ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് നന്ദി എന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ആ ഒരു ദിവസം ഭയങ്കര പോസിറ്റീവായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് മോർണിംഗ് അഫർമേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. രാവിലെ എണീറ്റിട്ട് നിങ്ങൾ ആ ഉറക്കം എണീറ്റതിന് നന്ദി പറയുക. ഒന്നുമില്ലെങ്കിലും നമുക്ക് കണ്ണു തുറന്ന് എല്ലാവരെയും കാണാൻ പറ്റുന്നില്ലേ, നിങ്ങൾ പറയുക. തീർച്ചയായും നിങ്ങൾ അതിൻ്റെ വീഡിയോ അറിയത്തില്ല കേട്ടോ, ചിലപ്പോൾ കാണുമായിരിക്കും, അത് ഡിസൈഡ് ചെയ്തിട്ടില്ല, ചിലപ്പോൾ കാണും. അപ്പം ഈ ഒരു 3 കാര്യങ്ങൾ, ഈ സ്റ്റെപ്സ് 3 നിങ്ങൾ ഫോളോ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ നിങ്ങൾ കംപ്ലൈൻറ്റ് പറയുന്നത് നിർത്തുക. രണ്ടാമത്തതായിട്ട് നമുക്ക് ഇല്ലായ്മയിൽ പറയുന്നതിന് പകരം ഉള്ളതിലോട്ട് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിന്നെ അതുപോലെ മോർണിംഗ് അഫർമേഷൻസ് നിങ്ങൾ പറയുക. ഈ 3 കാര്യങ്ങളും ചെയ്യുക. അങ്ങനെ നിങ്ങൾ 3 കാര്യവും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാഗ്നറ്റിസം അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു കാന്തശക്തി നിങ്ങളുമായിട്ട് അലൈൻ ചെയ്യുന്നത്. അതാണ് മാഗ്നറ്റിസം ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. സോ ഫസ്റ്റ് നമ്മുടെ സീക്രട്ട് ഇതാണ്. എന്തിൻ്റെ ക്ലാസ് ആണെന്ന് അറിയത്തില്ല, ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ലുബിനയ്ക്ക് എങ്ങനെ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് സീക്രട്ട് ഞാൻ പറഞ്ഞു, മാഗ്നറ്റിക്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതിൻ്റെ 3 സ്റ്റെപ്സും പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര പേർക്ക് ഈ 3 സ്റ്റെപ്സ് ഫോളോ ചെയ്യാം? എനിക്ക് 3 സ്റ്റെപ്പും ഇഷ്ടപ്പെട്ടു. ഈ 3 സ്റ്റെപ്സ് ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ IM എന്ന് ടൈപ്പ് ചെയ്യാം. ഇംപ്ലിമെൻറ്റിൻ്റെ IM. ഞാൻ എൻ്റെ ഈ 3 സ്റ്റെപ്സും. ഓക്കെ, താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. ഓക്കെ, നമ്മൾ അടുത്ത ഇനി രണ്ടാമത്തെ സീക്രട്ടിലോട്ട് പോവുകയാണ്. രണ്ടാമത്തെ സീക്രട്ടാണ് റിവയറിങ് യുവർ ബ്രെയിൻ. റിവയറിങ് യുവർ ബ്രെയിൻ. സോ റിവയറിങ് യുവർ ബ്രെയിൻ എന്ന് പറയുമ്പം നിങ്ങളുടെ തലച്ചോറിനെ റീപ്രോഗ്രാം ചെയ്യുക. സോ നമ്മൾ പറയും, വാഗുകൊണ്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ, അല്ലെ? വാഗുകൊണ്ട് നമ്മൾ എല്ലാം പറയും, എന്നാൽ തലച്ചോറ് കൊണ്ട് നമുക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ തലച്ചോറിന് ഭയങ്കര നെഗറ്റീവ് ബയാസാണ്. ഞാൻ ഓക്കെ. സോ നമ്മുടെ നെഗറ്റീവ് ബയാസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ കൂടുതൽ നമ്മൾ ഓർത്തെടുക്കുന്നത്. ഇപ്പം നമ്മളൊരു കാര്യം പറയും, ഇപ്പോൾ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, നമുക്കൊരു ഇൻസിഡൻറ്റ് കാണുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് അല്ലേ. പോസിറ്റീവ് ബയാസ് കുറവും നെഗറ്റീവ് ബയാസാണ് കൂടുതലും വരുന്നത്. അപ്പം നമ്മുടെ തലച്ചോറ് എന്ന് പറയുമ്പോൾ കൂടുതൽ എന്താണ്, കൂടുതൽ നെഗറ്റീവായിട്ടിരിക്കുകയാണ്. ആ നെഗറ്റീവായിട്ട് ഇരിക്കാൻ കാരണം എന്താണ്, നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത പല നെഗറ്റീവ്സും ആണ് ബ്രെയിൻ എന്ത് ചെയ്യുന്നത്, തിരിച്ച് തിരിച്ച് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതാക്കി തരുന്നത്. നിങ്ങൾക്ക് ആ ഒരു തലച്ചോറിനെ, ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിനെ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ എക്സസൈസ് ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ എക്സസൈസ് ചെയ്യുക. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിരന്തരം ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ പറയുമ്പോൾ തലച്ചോറ് ആലോചിക്കും, ഇത് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കംപ്ലൈനിങ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയുന്നൊക്കെ വിചാരിച്ചു, പിന്നെ എന്തുകൊണ്ട് ഇതെന്തോ ഒരു വേറെ ഏതൊരു ഭാഷയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തലച്ചോറ് എന്ത് ചെയ്യും, നിങ്ങൾ നിരന്തരം പറയുന്ന ഈ ഗ്രാറ്റിറ്റ്യൂഡ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അവർക്ക് മനസ്സിലാവും, എന്താണ്, തലച്ചോറിന് മനസ്സിലാവും, ഓഹോ ആള് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്, ഇനി ഞാൻ എൻ്റെ നെഗറ്റീവ് ബയാസ് വരുന്നിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് പോസിറ്റീവിലോട്ട് മാറിയേ പറ്റൂ, അതുകൊണ്ട് ഞാനും എന്താണ് ആ പോസിറ്റീവ് ബയാസിലോട്ട് മാറാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യും, തിരിയാനായിട്ട് തുടങ്ങും.
ഈ തലച്ചോറിനെ തിരിച്ചാൽ മാത്രമേ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ നാവിൽ നിന്നും വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ടീച്ചർ ശീലിപ്പിച്ച ശീലങ്ങളിൽ മാത്രം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ബാക്കിയുള്ള ഒരു കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ശീലിപ്പിച്ച് പറഞ്ഞ കാര്യങ്ങൾ. അപ്പം നമുക്കറിയാം. ഇപ്പോൾ ഒരു ടീച്ചറിനെ കാണുമ്പോൾ നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഒരു ടീച്ചറിനെ കാണുക, ആ അധ്യാപികയെ കാണുമ്പോൾ നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കും. പറയുന്നത് എന്തായിരിക്കും? നീ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് എന്ന് പറയുകയും ചെയ്യും. ആ പോകുന്ന സമയത്ത് ആ താങ്ക് യു ടീച്ചർ എന്ന് പറയുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ശീലമായിട്ട് മാറിയതാണ്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളെ നിങ്ങൾ കാണുകയും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്ദി പറയാൻ വേണ്ടി തലച്ചോറിനെ ശീലിപ്പിച്ചിരുന്നുവെങ്കിൽ തലച്ചോറ് എന്ത് ചെയ്യായിരുന്നു? ഇല്ലായ്മയിൽ ഫോക്കസ് ചെയ്യാതെ ഉള്ളതിന് നന്ദി പറയുമായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ തലച്ചോറിനെ വേണം എന്ത് ചെയ്യാനായിട്ട്? ശീലിപ്പിക്കാനായിട്ട്. തലച്ചോറിനെ ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഇത് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫിനെ മാറ്റിമറിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഇതാണ്. ഇത് രണ്ടാമത്തെ ജേർണലാണ്. ഈ രണ്ട് ജേർണലുമാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഇത് ഒരുപാട് പേര് എൻ്റെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്, അവരൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് നിങ്ങൾ തുടങ്ങാം. സോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് തുടങ്ങുമ്പോൾ നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോകാൻ പറ്റി, ഇന്ന ആളെ മീറ്റ് ചെയ്യാൻ പറ്റി, ഇന്ന കാര്യം നടന്നു, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തു, ഇതൊക്കെ നിങ്ങൾ എഴുതുക. അതിനൊക്കെ നിങ്ങൾ ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് എല്ലാ ദിവസവും രാത്രി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അത് ചിലപ്പോൾ നിങ്ങളെ കണ്ട ഒരു വ്യക്തി ചിരിച്ചതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തി നിങ്ങളെ കണ്ട് ചിരിച്ചതായിരിക്കാം. അതും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഇപ്പം അല്ലെങ്കിൽ ഒരു ഭക്ഷണം പെട്ടെന്ന് ഒരു മിഠായി ഒരു കുഞ്ഞുകുട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് തന്നിട്ടുണ്ടായിരിക്കും. അതിനും നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. എനിക്ക് ഒരു കുട്ടി, എനിക്ക് ഒരു 10 വയസ്സുകാരിയായ ഒരു കുട്ടി എനിക്കൊരു മിഠായി കൊണ്ട് തന്നു, നന്ദി എന്ന് പറഞ്ഞ് എഴുതുക. കാരണം എന്തുവാണ്? അതിങ്ങനെ എഴുതുമ്പോഴാണ് നമ്മുടെ ബ്രെയിനകത്ത് അറിയാൻ പറ്റുന്നത് ഏതൊരു നല്ല കാര്യവും നമുക്ക് എന്താണ് ശീലമാക്കി മാറ്റാനായിട്ട് പറ്റുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് ഞാൻ ലാസ്റ്റ് പറയാൻ കേട്ടോ എന്താണെന്നുള്ള കാര്യം. അതാണ് ഫസ്റ്റ് വൺ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യുക. അപ്പം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യുക. ഒരു 10 കാര്യമെങ്കിലും നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക. അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ അന്നത്തെ ദിവസം നടന്നിരിക്കുന്ന അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതാനായിട്ട് ശ്രമിക്കുക. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ വിഷ്വലൈസിങ് താങ്ക്ഫുൾനെസ്. നിങ്ങൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ദൃശ്യവൽക്കരണം ചെയ്യുക. ആ ഒരു ദൃശ്യവൽക്കരണം ചെയ്യുന്നതിൽ കൂടെയാണ് അത് നന്ദി പറയുന്ന ആ ഒരു കാര്യത്തിനെ കുറിച്ച് വെറുതെ പറയുകയല്ല വേണ്ടത്. കണ്ണുകൾ അടച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കൊരു ആളെ ഹെൽപ്പ് ചെയ്തു, ആ വ്യക്തിയുടെ നമ്മൾ ഫോണിൽ പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു, അതിനുശേഷം അല്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നന്ദി എന്ന് പറഞ്ഞു, അതിനുശേഷം ആ വ്യക്തി നിങ്ങളുടെ അടുത്തുള്ളതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറയാം. ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു റോൾ പ്ലേ ആണിത്. എല്ലാ ദിവസവും എനിക്കൊരു നല്ലൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആരോടാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി എൻ്റെ അടുത്തുള്ളതായിട്ടും ഞാൻ അവരുടെ പേര് വിളിച്ചുകൊണ്ട് ആ ഇൻസിഡൻസ് മൊത്തം ഞാൻ ഡിസ്ക്രൈബ് ചെയ്യും. അപ്പം കിട്ടുന്ന ഒരു ഇമോഷൻസ് ഉണ്ടല്ലോ, ഭയങ്കര ഇതാണ്. കാരണം വെച്ചാൽ ആ വ്യക്തിയെ ഞാൻ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ എനിക്ക് കണ്ട് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ പോലും ഞാൻ അത്രയും ചിലപ്പോൾ പറഞ്ഞൊന്നും വരത്തില്ല. എന്നാൽ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ അവർക്ക് കണക്റ്റഡ് ആണ്, നമ്മൾ കണക്റ്റഡ് ഇത് പോകും. അതായത് നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ചെറിയൊരു സന്തോഷം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു സന്തോഷമെല്ലാം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഇമോഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. അതായത് അത് എന്താണ് ചിലപ്പോൾ ആൾക്കാർക്ക് വീട്ടിലുള്ളവർ വിചാരിക്കും ചിലപ്പോൾ വട്ടാണെന്നൊക്കെ വിചാരിക്കും. അതൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഹാപ്പിനെസ് ആണ് നമ്മളവിടെ ഷെയർ. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ ശരീരത്തിലോട്ട് നമുക്ക് അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഭയങ്കര ശാന്തമായിരിക്കും. നിങ്ങളതൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്കൊരു നന്ദി വാക്ക് ഒരു വ്യക്തിയോട് ഇത് നേരിട്ട് പറയാൻ പറ്റില്ല, ഓക്കെ, ഫോണിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനത്തെ ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ റോൾ പ്ലേ ചെയ്ത് നോക്കുക. നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് പറയുന്നതും ആ വ്യക്തി നിങ്ങളോട് പറയുന്നതും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ്, നിങ്ങളുടെ ആ ഒരു എന്താ നമ്മൾ പറയില്ലേ, നമ്മുടെ രോമങ്ങളൊക്കെ എണീറ്റ് നിൽക്കും എന്നൊക്കെ പറയാം, അതുപോലെയുള്ള ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഭയങ്കരമായിട്ട് പരാതികൾ പറയുന്ന സമയത്ത് ഈ ഒരു ടെക്നിക്ക് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക. മൂന്നാമത്തത് ഐഡൻറ്റിഫൈ സ്മോൾ വിൻസ്. അതായത് ചെറിയ ചെറിയ വിജയങ്ങളെ ആഘോഷമാക്കുക. അതായത് പലരും വിചാരിക്കുന്നത് എനിക്ക് വലിയ വീട് വേണം, വലിയ എന്താണ് ബംഗ്ലാവ് വേണം, അല്ലെങ്കിൽ വലിയ വണ്ടി വേണം എന്നൊക്കെയാണ് പറയുന്നത്.
അതൊക്കെ കിട്ടിയാൽ മാത്രമേ നന്ദി പറയുന്നു. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ചെറിയ ചെറിയ ജീവിതം, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു സ്പാൻ ഓഫ് ടൈമിലാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ നിമിഷത്തിലും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്ദി പറയുക. ഒരു ജോലി നമ്മളിപ്പം കിച്ചണിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അത് ഇത്ര സമയം കൊണ്ട് ജോലി ചെയ്ത് തീർത്തെങ്കിൽ ആ ഒരു ജോലിക്ക് നന്ദി പറയുക. നിങ്ങളുടെ കാലുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാലിന് കാലിന് നിങ്ങൾ നന്ദി പറയും. നിങ്ങൾക്ക് നടന്ന് ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിലോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അതിന് നന്ദി പറയുക. ഇങ്ങനെ നിങ്ങൾ ഓരോ നിമിഷവും നന്ദി പറയുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വിജയത്തിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചെറിയ ചെറിയ വിൻസുകൾ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ജോലി തീർന്നു, അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റി, ഓക്കെ, നിങ്ങൾക്ക് ഒരു ബുക്ക് വായിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഒരു പേന എടുക്കാൻ പറ്റി, ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വിജയങ്ങളാക്കി മാറ്റുക. അതിനൊക്കെ നിങ്ങൾ നന്ദി പറയാനായിട്ട് നോക്കുക. അപ്പം ഈ ഒരു 3 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യുക, നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക, അതുപോലെ സ്മോൾ വിൻസിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് തുടങ്ങും. ഓക്കെ. സോ ആരോ ചോദിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് എങ്ങനെയാണ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 30 ഡേയ്സിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റും കൂടി ഒന്ന് പറയുന്നുണ്ടായിരിക്കും. അതിനകത്ത് നമ്മളിതെല്ലാം പറയുന്നുണ്ട്. അതിനകത്ത് 30 ഡേയ്സ് ചലഞ്ചിനകത്ത് നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും 30 ദിവസത്തെ ചലഞ്ചുകളൊക്കെ വരുന്നുണ്ടായിരിക്കും. അത് ഞാൻ ഒന്നും കൂടി പറയാം കേട്ടോ. എൻ്റെ അടുത്ത സെഷനിൽ ഒന്നും കൂടി ഒന്ന് പറയാം. സോ ഇനി അടുത്ത എത്ര പേര് സീക്രട്ട് 3 പോകാൻ റെഡിയാണ്? സീക്രട്ട് 2 ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി നമ്മുടെ സീക്രട്ട് നമ്പർ 3 പോവാണ്. സീക്രട്ട് നമ്പർ 3 എന്ന് പറയുന്നത് ടേണിംഗ് പെയിൻ ഇൻ ടു പവർ ആണ്. അതായത് നമ്മുടെ അല്ലെങ്കിൽ വേദനയെ ശക്തിയാക്കി മാറ്റുക. വേദനയെ ശക്തിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങുക. എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞ സ്റ്റോറി, എൻ്റെ മദർ ചോദിച്ച എൻ്റെ ഒരു ക്വസ്റ്റ്യൻ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ആ ഒരു ക്വസ്റ്റ്യനാണ്, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം ഇത്രയും കാലം ജോലി ചെയ്തിട്ട് നീ ആരെയാണ് സഹായിച്ചത്? ഇതാണ് നമ്മുടെ എന്താണ്, നമുക്കത് പെയിൻ ആണല്ലേ. ആ പെയിൻ അല്ലെങ്കിൽ ആ ഒരു പെയിനാണ് അല്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് മാറ്റുന്നത്, നമ്മുടെ പവറായിട്ട് മാറ്റുന്നത്. ആ പെയിൻ അന്ന് എനിക്ക് പെയിനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷെ പിന്നീട് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പം ശരിയാണ്, ഞാൻ ആരെയും സഹായിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് എന്താണ് നമ്മുടെ ലൈഫിന് അത്രയും നാളും ഉണ്ടായിരുന്ന സുഖമല്ല ഇപ്പം വരുന്നത്. ഇപ്പം ഓരോ ദിവസവും ഞാൻ വളരെ സന്തോഷമാണ്. ഞാൻ ചില സമയങ്ങളിലൊക്കെ ഉറങ്ങാനായിട്ട് കിടക്കുമ്പം സത്യം പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ ഹാപ്പിനെസ് നമ്മളിലോട്ട് വരുന്നതും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എത്തുന്നതും ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇമോഷൻസിൽ നമ്മൾ ജീവിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ഇമോഷൻസ് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്താനായിട്ട് പറ്റുന്നത്. എല്ലാ വെല്ലുവിളിയും ഒരു പാഠമായിട്ട് അല്ലെങ്കിൽ ഒരു ലെസൺ ആണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പ്രശ്നത്തിനെ അതിജീവിക്കാൻ പറ്റും. ഞാൻ അതിജീവിച്ചത് റിലേഷൻഷിപ്പുകളാണ്. ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർ പറയുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂസാണ്. ഞാൻ അതിജീവിച്ചു. കാരണം വെച്ചാൽ ആരോടും മിണ്ടാതിരുന്ന ഞാനായിരുന്നു. ഒരു മനുഷ്യനോട് വേണ്ട, എനിക്ക് ഒരു മനുഷ്യനും വേണ്ട, എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ ഇന്നിപ്പം എല്ലാവരും ഉണ്ട് കൂടെ. എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞവരെല്ലാം ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത്, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ എനിക്ക് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അതിജീവിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കരിയർ, അതുപോലെ പണം, എല്ലാം. അതായത് എനിക്ക് അതിജീവിക്കാൻ, അതായത് പ്രശ്നങ്ങളായിട്ട് നിന്നതിനൊക്കെ എന്ത് ചെയ്തു, പവറാക്കി മാറ്റി. അത് നമ്മുടെ ഒരു വേദനയായിട്ട് നോക്കുന്നതിന് പകരം വേദന ഒരു പവറാണെന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ പ്രതിസന്ധികളിൽ നമ്മൾ നന്ദി കാണുക. പ്രതിസന്ധികളിൽ നന്ദി കാണുമ്പോഴാണ് നമ്മുടെ മെൻ്റലി സ്ട്രോങ് ആണ്. സാധാരണയായിട്ട് ആൾക്കാർ എന്താണ് ചെയ്യുന്നത്, പ്രതിസന്ധികൾ എത്തുമ്പോൾ നമ്മുടെ എനർജി എന്തായിരിക്കും, ഡൗൺ ആയിരിക്കും അല്ലേ. നിങ്ങൾ ഒരാൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കും, അപ്പായിരിക്കും ഡൗൺ ആയിരിക്കും. അപ്പാണെങ്കിൽ യൂന്നിടുക, ഡൗൺ ആണെങ്കിൽ ഡീന്നിടുക. ചുമ്മാ ഇരുന്നപ്പം നിങ്ങളൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ പറയണം, എന്തെങ്കിലും പറയണമെങ്കിൽ ഓക്കെ. അപ്പം നമുക്ക് അപ്പും ഡൗണും ഒക്കെ ഉള്ളവരുണ്ട്. ഓക്കെ, വെരി ഗുഡ്. കൂടുതലും മോസ്റ്റ് ഓഫ് ആൾക്കാരും ഡൗൺ ആണ്. സോ നമുക്കത് അപ്പാക്കി മാറ്റണം. ഓക്കെ, അപ്പായിട്ടുള്ളവർ അത് വീണ്ടും വീണ്ടും കുറച്ചും കൂടി കൂട്ടിക്കൊണ്ട് പോകാം, ഒരിക്കലും താഴോട്ട് വരരുത്. ഓക്കെ, അപ്പായിട്ടുള്ളവരൊക്കെ വെരി ഗുഡ്. ബാക്കിയുള്ളവരെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാം കേട്ടോ. ഈ ഒരു എൻ്റെ അകത്ത് സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും മുകളിലോട്ട് എത്തും. ഈ ഒരു മാനസികമായിട്ട് നമ്മൾ തളരുന്നതിന് പകരം
നമ്മൾ എന്ത് ചെയ്യുക, പവർഫുള്ളായിട്ട് മുകളിലോട്ട് തന്നെ കയറാനായിട്ട് നോക്കുക. സോ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന 3 സ്റ്റെപ്സ് ഇതാണ്. ലെസൺ റിക്കഗ്നിഷൻ, അതായത് നമ്മൾ പാഠങ്ങളെ തിരിച്ചറിയുക. ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുട്ടി എന്തുകൊണ്ട് അത് പറഞ്ഞു? ഞാനിങ്ങനെ ചിന്തിക്കും. അതായത് എന്തുകൊണ്ടെന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് എനിക്കിതിൽ നിന്നും എന്ത് പഠിക്കാം? മനസ്സിലായോ? എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? ഓക്കെ, ഓക്കെ. എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പോൾ അതിന് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാതെ ഇതിൽ നിന്നും എനിക്ക് എന്ത് പഠിക്കാം? അപ്പോൾ ഓക്കെ, എനിക്കിത് സംഭവിച്ചു. ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്കതിൽ നിന്ന് എങ്ങനെ മാറി ചിന്തിക്കാം എന്നുള്ള ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് ഞാൻ പല പല പാഠങ്ങളും പഠിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു 40s അല്ലെങ്കിൽ 50സിലുള്ള പാരൻസിനെയൊക്കെ പഠിച്ചത് അങ്ങനെയാണ്. പല പല പാരൻസുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ നല്ല രീതിക്ക് സംസാരിക്കുന്നത്, ചില ആളുകൾ വളരെ മോശമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പം എന്താണ് അവിടെ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ലെസൺ റിക്കഗ്നിഷൻ ചെയ്യാൻ നിങ്ങൾ ഇന്നു മുതൽ ചെയ്യാനുള്ളത്, ഒരു വ്യക്തി നിങ്ങളെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്താണ് ഞാൻ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്? ആ വ്യക്തിയെ നമ്മൾ കംപ്ലൈനിങ് ചെയ്യുന്നതിന് പകരം ആ വ്യക്തിയിൽ നിന്നും എനിക്ക് എന്ത് പഠിക്കാം, എനിക്ക് എന്താണ് അതിൽ നിന്നും പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും എനിക്ക് എന്ത് പഠിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യത്തിന് നിങ്ങൾ ഊന്നൽ കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് ഇതിൽ നിന്നും, ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്നും എനിക്ക് എന്ത് പഠിക്കാമെന്നുള്ള ഇൻസിഡൻസുകൾ നിങ്ങൾ ഇതാക്കുക. അങ്ങനെ നിങ്ങൾ ആ ഒരു പാഠം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഠിച്ച പാഠത്തിന് നിങ്ങൾ നന്ദി പറയുക, ആ വ്യക്തിയോട് നന്ദി പറയുക, ആ ഇൻസിഡൻസിനോട് നന്ദി പറയുക, അവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളോട് നിങ്ങൾ നന്ദി പറയുക. കാരണം ലെസൺ റിക്കഗ്നിഷൻ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിനെ ഒരു സ്റ്റേജിൽ നിന്നും വേറൊരു സ്റ്റേജിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ലെസൺ റിക്കഗ്നിഷൻ. നമ്മൾ കുറ്റം പറയാൻ വേണ്ടി മാത്രമല്ല ലെസൺ റിക്കഗ്നിഷൻ ചെയ്യാനുള്ളത്, അതിൻ്റെ നല്ല നല്ല കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നു മുതൽ ലെസൺ റിക്കഗ്നിഷൻസ് ചെയ്യാം. രണ്ടാമത് ഫൊർഗീവ്നെസ് ത്രൂ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് ക്ഷമയും നന്ദിയും കൊടുക്കുക. അതായത് നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് ക്ഷമിക്കുക എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണല്ലേ? നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണല്ലേ? സോ എന്നെ വേദനിപ്പിക്കുന്ന ഒരാളുണ്ട്, പക്ഷെ ഞാൻ ഏതാണ്ട് ഒരു 80% ആൾക്കാർ, 80 അല്ല, ഒരു 95% ആൾക്കാരോട് ഞാൻ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് മേ ബി നെക്സ്റ്റ് വേറെ ഏതെങ്കിലും തെറാപ്പീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ക്ഷമിക്കുമായിരിക്കാം. അപ്പോൾ ക്ഷമ എന്ന് പറഞ്ഞാൽ ഫോർഗീവ്നെസ് എല്ലാവരോടും ഉണ്ട്. എന്നാൽ നമ്മുടെ ഇൻഡെപ്തിലി ആ ഒരു ഇൻസിഡൻസ് നമ്മുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയണം. എന്നാൽ മാത്രമേ കംപ്ലീറ്റ് ഫോർഗീവ്നെസ് ആവത്തുള്ളൂ. അല്ല, ഫോർഗീവ് ചെയ്ത് കൊടുക്കാറുണ്ട്. കംപ്ലീറ്റ്ലി കളയാനാണ് ഞാൻ ആ ഒരു 5% ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫോർഗീവ്നെസ് ത്രൂ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പം നിങ്ങളെ വേദനിപ്പിച്ച ആളുകളോട് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ, അവരുടെ അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അവർ കാരണം നിങ്ങൾ ഒരുപാട് കരുത്തമായ സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. ആ ഒരു സാഹചര്യം കൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് അവരോട് ഫൊർഗീവ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഫൊർഗീവ് പഠിക്കുക. ഫൊർഗീവ്നെസ് എപ്പോഴും നിങ്ങൾ ഫൊർഗീവ് ചെയ്യുക. ഒരു വ്യക്തിയൊക്കെ നിങ്ങൾ വളരെയധികം മോശമായിട്ട് നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ക്ഷമിച്ച് കൊടുക്കാനായിട്ട് നിങ്ങളത് പഠിക്കുക. അതിനകത്ത് നമ്മൾ ഹോപ്പണോപ്പണോ പ്രാക്ടീസൊക്കെ വരുന്നുണ്ട്. അത് വഴിയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മൂന്നാമതായിട്ട് ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നമുക്ക് ഇപ്പോഴുള്ള കാര്യത്തിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് വളരെ കുറവാണ്. ഇനി നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം ലഭിക്കാൻ പോകുന്ന കാര്യത്തിന് നിങ്ങൾക്ക് നന്ദി പറയാം. അതായത് ഇപ്പം നിങ്ങൾക്കതില്ല, ഓക്കെ, നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഉള്ളതായിട്ട് വിശ്വസിച്ചുകൊണ്ട്, മുൻകൂട്ടി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളത് നന്ദി പറയുക. ഇപ്പം നിങ്ങൾക്ക് നാളെ നല്ലൊരു വരുമാനം കിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പം നിങ്ങൾ എന്ത് പറയാ, എനിക്ക് നല്ലൊരു വരുമാനം ലഭിച്ചു, അല്ലെങ്കിൽ ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി എന്ന് പറയുക. സോ അങ്ങനെ നിങ്ങൾ നാളെ എന്താണോ കിട്ടാനായിട്ട് പോകുന്നത് അതിന് നിങ്ങൾ ഇന്നേ നന്ദി പറയുക. അങ്ങനെ നിന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വളരെയധികം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സമൃദ്ധിയേക്ക് അട്രാക്ട് ചെയ്താനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ അതൊരു സിഗ്നൽസ് കിട്ടും. അതായത് നിങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നന്ദി പറയും. ഫ്യൂച്ചറിലോട്ട് ഇരുന്നുകൊണ്ട് ഒരു കാര്യത്തിന് നന്ദി പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അട്രാക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡുകൾ പറയുക. അപ്പം നമ്മുടെ മൂന്നാമത്തെ സീക്രട്ടിൽ ടേണിംഗ് പെയിൻ ഇൻ ടു പവറിന് വേണ്ടിയിട്ട് നമ്മൾ ലെസൺ റെക്കഗ്നിഷൻ സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഫോർഗീവ്നെസ് ത്രൂ
ഗ്രാറ്റിറ്റ്യൂഡ്. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡ്. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളായിരിക്കും വരുന്നത്. എത്ര പേർക്ക് ഈ 3 സീക്രട്സും ഇഷ്ടപ്പെട്ടു? എങ്കിൽ ലവ് 3 എന്ന് എഴുതുക. ലവ് 3 എന്ന് ഇടുക. 3 സീക്രട്സും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലവ് 3 എന്ന് ഇടുക. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു മെഡിറ്റേഷൻ അല്ല, ചെറിയൊരു കാര്യം. ഇത് ഞാൻ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് തരുന്നതാണ്. ഇതെല്ലാവരും ചെയ്യുക, ഒരു ആക്ടിവിറ്റി എല്ലാവരും ചെയ്യുക. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. കണ്ണടയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ഒരാളെ ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ച വ്യക്തിയെ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഓർക്കുക. ഓർത്തുവെങ്കിൽ നിങ്ങൾക്ക് ആളെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആളെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അവർക്ക് വേണ്ടി മനസ്സിൽ നിങ്ങളൊരു താങ്ക് യു പറയുക. ആ വ്യക്തിക്ക് വേണ്ടി മനസ്സിലൊരു താങ്ക് യു പറയുക. താങ്ക് യു. ആരാവാം, നിങ്ങളുടെ പാർട്ണറാവാം, കുട്ടികളാകാം, ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം, ആരെങ്കിലും ഒരാൾ കേട്ടോ, ഒരൊറ്റ വ്യക്തിയെ എടുക്കുക. ഏതെങ്കിലും ഒരു ഇൻസിഡൻസിനകത്ത് നിങ്ങൾക്ക് ഇന്ന് നന്ദി പറയണമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ സഹായിച്ചൊരു വ്യക്തിയെ ഓർക്കുക. അവർക്ക് നിങ്ങൾ താങ്ക് യു പറയുക. താങ്ക് യു പറയാം. എന്നിട്ട് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷത്തെ ഒന്ന് ഇമാജിൻ ചെയ്യുക. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത ആ ഒരു ഇൻസിഡൻസ് ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട് ആ ഒരു ഇൻസിഡൻസിന് നിങ്ങൾ വീണ്ടും ഒന്നും കൂടി താങ്ക് യു ഊട്ടിയുറപ്പിച്ച് പറയുക. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ സന്തോഷമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സിനെ പറ്റി നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് താങ്ക് യു പറയുക. ഇത് ഇത്രയും എളുപ്പമാണ്. ഇനി അടുത്ത് പറയുന്നതായിരിക്കും ചിലപ്പോൾ ടാസ്ക്. ഈ ഒരു സെഷൻ എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെയാണോ നിങ്ങൾ മനസ്സിൽ വെച്ചത് അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവന്നത്, ആ വ്യക്തിക്ക് നിങ്ങൾ താങ്ക് യു മെസ്സേജ് അയക്കുക. ആ വ്യക്തിക്ക് നിങ്ങൾ താങ്ക് യു മെസ്സേജ് അയക്കുക. കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന രീതിക്ക് അവർ താങ്ക് യു മെസ്സേജ് കൺവേ ചെയ്യുക. ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ താങ്ക് യു മെസ്സേജ് അയക്കുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. നിങ്ങൾ ഈ ഒരു മെസ്സേജ് അയക്കുമെന്ന് റെഡി ആണോട്ടുള്ളൊരു 6 ടൈപ്പ് ചെയ്യാം. തീർച്ചയായും ഒരു ആക്ടിവിറ്റി ചെയ്യുക. ഇതുപോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാം. ഓരോ വ്യക്തികളെയും നിങ്ങൾക്ക് മനസ്സിലോട്ട് കൊണ്ടുവരിക. കണ്ണടയ്ക്കുക. ഓരോ വ്യക്തികളെ കൊണ്ടുവരിക. എന്നിട്ട് അടുത്തൊരു 30 ദിവസം നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അയച്ചു കഴിഞ്ഞു. ഓക്കെ, അയച്ച വ്യക്തിക്ക് താങ്ക് യു. താങ്ക്യൂ സോ മച്ച്. ആ ഒരു പെട്ടെന്ന് തന്നെ ചെയ്തല്ലേ. റിപ്ലൈ എന്താ വരിക എന്നറിയില്ല മാം.
ഹായ് ഓൾ, നിങ്ങൾക്ക് മണി മാനിഫെസ്റ്റോ മാസ്റ്ററുടെ ഫ്രീ സെഷൻസുകൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിലെത്തുക. നമുക്ക് എല്ലാ ആഴ്ചയും 2 ഫ്രീ സെഷൻസുകളുണ്ട്, ട്യൂസ്ഡേയും തേഴ്സ്ഡേയും. താങ്ക് യു.